ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫലൂദയായിട്ടാണ് കേട്ടോ. വെറും ഫലൂദയല്ല, കുലുക്കി ഫലൂദ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കുലുക്കി ഉണ്ടാക്കി നോക്കാം അല്ലേ. നമ്മുടെ കുലുക്കി സർബത്തിനെയൊക്കെ പോലെ ഒരു കുലുക്കി ഫലൂദ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2-3 ഐറ്റം ഫ്രൂട്ട്സ് വേണം. ഇത് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണേ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുന്തിരിയാണ്. ഇതും ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഏതൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഞാനിതുപോലെ പൈനാപ്പിൾ ചെറുതായിട്ട് പീസാക്കി വെച്ചതും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയാണ്. ഇതും വളരെ കുഞ്ഞു പീസസ് ആയിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കസ്കസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ. സേമിയ വേവിച്ച് വെച്ചതാണ്. ചെറുതായിട്ടൊരു പിങ്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രോബെറി സിറപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നിർബന്ധമില്ല കേട്ടോ. കുറച്ച് കളർഫുൾ ആവണം എന്നുണ്ടെങ്കിൽ മാത്രം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് സിറപ്പോ അല്ലെങ്കിൽ കുറച്ച് ഫുഡ് കളറോ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഇതുപോലെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് എല്ലാം കൂടി കുലുക്കി എടുക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് ക്യാപ്പ് നല്ല ടൈറ്റുള്ള ബോട്ടിലോ ജാറോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2-3 സ്പൂൺ ഐസ്ക്രീമും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 കപ്പ് പാലെടുത്ത് വെച്ച് ചേർക്കുന്നുണ്ട്. പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണേ. ഇപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ടൈറ്റായിട്ട് അടച്ച് ഒന്ന് കുലുക്കി എടുക്കണം. എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഏകദേശം 1 മിനിറ്റോളം ഒന്ന് കുലുക്കിയെടുക്കണേ. ഞാനിവിടെ 1 മിനിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുലുക്കി എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ചേർക്കുന്ന ഫ്രൂട്ട്സും ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ടേസ്റ്റ് നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് നോക്കാം അല്ലേ. ഇതിനു വേണ്ടി ഞാൻ നേരത്തെ തന്നെ 2 വലിയ ജ്യൂസ് ഗ്ലാസ് കുറേശ്ശെ ചോക്ലേറ്റ് സിറപ്പും സ്ട്രോബെറി സിറപ്പും സൈഡിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കസ്റ്റാർഡ് ആണ് കേട്ടോ. 2 ഫ്ലേവറിലുള്ള കസ്റ്റാർഡ്സ് ഒന്ന് പാലിൽ കുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ കളർഫുൾ ആവാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വേണമെന്നൊരു നിർബന്ധമില്ല. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 കളറിലുള്ള ഐസ്ക്രീം യൂസ് ചെയ്യാം. അതും ഇല്ലെങ്കിൽ വെറും വാനില ഐസ്ക്രീം ആദ്യം ഒന്ന് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇതിൽ നിന്ന് 2ൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കുലുക്കി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ ഏകദേശം ടോപ്പ് വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുത്തിട്ട് മുകളിലൊരു ചെറിയും കൂടി വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കുലുക്കി ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ഫലൂദ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുലുക്കി ഫലൂദ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കൂ കേട്ടോ. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.